203 കോടി രൂപ മുടക്കി കിഫ്ബി മുഖേന നടപ്പാക്കിയ മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകും മുന്നേ ഉദ്ഘാടനം നടത്തുന്നതായി കോൺഗ്രസ് ആരോപണം. റോഡ് നിർമ്മാണത്തിന് വീതി കൂട്ടിയ ഭാഗത്ത് ഇപ്പോഴും നിർമ്മാണം നടക്കുന്നതേയുള്ളൂ. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത സമയത്ത് നൽകിയ ഉറപ്പുകൾ ഒന്നും ഇനിയും പാലിച്ചിട്ടില്ല. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് കൂട്ടയോട്ടവും ഉദ്ഘാടനവും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും രാഷ്ട്രീയ തട്ടിപ്പാണിതെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. 203 കോടി രൂപ മുതൽ മുടക്കി കിഫ്ബി മുഖേന നടപ്പിലാക്കിയ കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നാളെ കട്ടപ്പനയിൽ നടക്കുകയാണ്. എന്നാൽ നിർമ്മാണം പൂർത്തിയാകും മുന്നെയാണ് ഉദ്ഘാടന മാമാങ്കം സംഘടിപ്പിക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് 2-3 ഘട്ടം റോഡ് നിർമ്മാണം നടത്തിയത്. ഒച്ചിന്റെ വേഗതയിലുള്ള നിർമ്മാണമാണ് നടന്നത്. ടാറിംഗ് ജോലികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പലയിടത്തും കലുങ്ക് പണികൾ നടക്കുന്നതേ ഉള്ളൂ. ഓട നിർമ്മിച്ച സ്ഥലത്ത് മൂടികൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടില്ല. ഇത് വാഹനങ്ങൾ ഓടയിൽ വീണ് അപകടത്തിനും ഇടയാവും. റോഡ് വീതി കൂട്ടിയപ്പോൾ പൊളിച്ചിട്ട സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലേക്കുള്ള പാതയുടെ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. അതിനാൽ വാഹനം വീടുകളിലെത്തിച്ച് പാർക്ക് ചെയ്യാനും കഴിയുന്നില്ല. വീതി കൂട്ടിയ സമയത്ത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ വാഗ്ദാനം ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. റോഡിന്റെ നിർമ്മാണത്തിലും വലിയ അപാകത ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതൊന്നും പരിഹരിച്ചിട്ടില്ല. പലയിടത്തും റോഡ് പൊളിഞ്ഞിരുന്നു. ഉദ്ഘാടനത്തിനായി ഈ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയാണ് കരാറുകാർ തടി തപ്പിയത്. വീടുകളിലേക്കുള്ള പടിക്കെട്ടുകൾ ഇപ്പോഴും നിർമ്മാണത്തിലുമാണ്. പ്രധാന മുക്കുകളിൽ സീബ്ര ലൈൻ ഉൾപ്പെടെ വരയ്ക്കാത്തതും സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കാത്തതും വലിയ അപകടത്തിന് വഴിയൊരുക്കും. ഇതൊന്നും പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണ് ഈ ഉദ്ഘാടനമെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഉദ്ഘാടന മാമാങ്കം നാളെ നടത്തപ്പെടുകയാണ്. കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയാണ് നിർമ്മാണം 3 ഘട്ടമായി നടത്തപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പണി പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. നമ്മുടെ സൈഡിൽ കൂടിയുള്ള പല ആളുകൾക്കും വീട്ടിലേക്ക് വടി കെട്ടി കൊടുക്കേണ്ടത്, അതുപോലെ മിറ്റം കെട്ടിക്കൊടുക്കേണ്ടത്, അങ്ങനെ പല പല പണികളൊന്നും അവശേഷിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ട് പെട്ടെന്ന് ഉദ്ഘാടനം വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. പണി ഒഴിഞ്ഞ് നടന്നത് 5 വർഷക്കാലോളം എടുത്തു. 5 വർഷക്കാലത്തിലധികമായി ഈ പണി നടത്തിക്കൊണ്ടുവരാൻ. പക്ഷേ ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ഉദ്ഘാടന മാമാങ്കം നടത്തിക്കൊണ്ട് ഇതെല്ലാം ഞങ്ങളാണ് നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ഗൂഢ രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പൊ പെട്ടെന്ന് ഉദ്ഘാടനത്തിന് പിന്നിലുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിർമ്മാണം പൂർത്തിയാകും മുന്നേ റോഡിന്റെ ഉദ്ഘാടനം നടത്തിയാൽ പ്രാദേശിക പ്രതിഷേധം ഉയരും. ഇത് കണക്കിലെടുത്താണ് മലയോര ഹൈവേയുടെ ഭാഗത്ത് ഉദ്ഘാടനം നടത്താതെ കട്ടപ്പനയിലാക്കിയത്. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ ബിനിങ് സോമനെ മലയോര ഹൈവേയിൽ ഓടിച്ച് പ്രതിഷേധത്തെ മറികടക്കാനാണ് ഇടതുപക്ഷവും സർക്കാരും ശ്രമിച്ചതെന്നും കോൺഗ്രസ് ആരോപണം ഉയർത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.